തിരുവനന്തപുരം കിളിമാനൂരിൽ 24 പ്രാദേശിക ലേഖകന് CPIM നേതാവിന്റെ മർദ്ദനം. SFI AISF സംഘർഷം റിപ്പോർട്ട് ചെയ്തതിന്റെ പേരിലായിരുന്നു മർദ്ദനം. പോലീസ് സ്റ്റേഷന് സമീപത്ത് വെച്ചാണ് മണിക്കുട്ടനെ മർദ്ദിച്ചത്. സലിം മാലിക് തിരുവനന്തപുരത്ത്. സലിം, എന്താണ് സംഭവിച്ചത്? ഈ സ്കൂൾ തെരഞ്ഞെടുപ്പ് നടന്നത് ആ ദിവസം AISF SFI പ്രവർത്തകർ തമ്മിൽ സംഘർഷം നടന്നിരുന്നു. കിളിമാനൂർ പഴയ കുന്നുമ്മേൽ പഞ്ചായത്ത് ബസ് സ്റ്റാൻഡിൽ വെച്ച ഇരു കൂട്ടരും തമ്മിൽ അതിനെ ചൊല്ലിയുള്ള സംഘർഷം ഇന്ന് വീണ്ടും ഉണ്ടായി. അവിടെ വെച്ചുള്ള സംഘർഷത്തിന് പിന്നാലെ ഇന്ന് ഇരു കൂട്ടരും പോലീസ് സ്റ്റേഷനിൽ കിളിമാനൂർ പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകാൻ എത്തുകയായിരുന്നു. അതിനിടെയാണ് മണിക്കുട്ടനും 24-ന് വേണ്ടി വാർത്താശേഖരണത്തിനായി അവിടേക്ക് പോയത്. അതിനിടയിലാണ് CPIM-ന്റെ കിളിമാനൂർ ഏരിയ കമ്മിറ്റി അംഗം RK ബൈജു മണിക്കുട്ടനെ പിടിച്ചു തള്ളുകയും അതിനുശേഷം മർദ്ദിക്കുകയും ചെയ്തത്. മാത്രമല്ല, ഫോൺ ബലമായി പിടിച്ചു വാങ്ങാനുള്ള ശ്രമം നടത്തി. ഈ വാർത്ത നൽകരുതെന്നും ഇവിടെ ഇനിയും നിന്നാൽ ഇവിടെ നിന്നും തല്ലി ഓടിക്കും എന്നും ഭീഷണിപ്പെടുത്തുകയും ചെയ്തിരുന്നു. സലിം, ഒരു നിമിഷം. സലിം, മണിക്കുട്ടൻ ടെലിഫോൺ ലൈൻ ചേരുന്നുണ്ട്. മണിക്കുട്ടൻ, എന്താണ് സംഭവിച്ചത്? മണിക്കുട്ടൻ ഇന്ന് വൈകുന്നേരം പഴയകുന്നുമ്മൽ ഗ്രാമപഞ്ചായത്ത് ബസ് സ്റ്റാൻഡിൽ വെച്ചിട്ട് AISF പ്രവർത്തകർ തമ്മിൽ ഒരു സംഘർഷം നടന്നിരുന്നു. അത് സംബന്ധിച്ച് ഇരു കൂട്ടരും തമ്മിൽ കിളിമാനൂർ പോലീസ് സ്റ്റേഷനിൽ ഒരു പരാതി കൊടുത്തു. പരാതിയുടെ ഭാഗമായിട്ട് വൈകിട്ട് 8 മണിയോട് മണിക്കുട്ടൻ, ഒരു നിമിഷം. ആ ചെറിയൊരു വ്യക്തത കുറവുണ്ട്. അത് ആ സാങ്കേതിക പ്രശ്നമാണ്, അത് പരിഹരിക്കാം. 24-ന്റെ പ്രാദേശിക ലേഖകനാണ് CPIM നേതാവിന്റെ മർദ്ദനം ഏറ്റത്. SFI AISF സംഘർഷം റിപ്പോർട്ട് ചെയ്തതിന്റെ പേരിലാണ് ഈ മർദ്ദനം. പോലീസ് സ്റ്റേഷൻ സമീപത്ത് വെച്ച് മണിക്കുട്ടനെ മർദ്ദിക്കുകയായിരുന്നു. തിരുവനന്തപുരം കിളിമാനൂരിലാണ് ഈ സംഭവം ഉണ്ടായത്. മൊബൈൽ ഫോൺ പിടിച്ചു വാങ്ങാൻ ശ്രമിച്ചു, വാർത്ത റിപ്പോർട്ട് ചെയ്താൽ തല്ലി ഓടിക്കും എന്നിങ്ങനെയുള്ള ഭീഷണികളും ഈ CPIM പ്രാദേശിക നേതാവിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായി. പോലീസ് സ്റ്റേഷൻ സമീപത്ത് വെച്ചാണ് ഇത്തരത്തിൽ CPIM പ്രാദേശിക നേതാവിന്റെ മർദ്ദനം ഏറ്റത്. നേരത്തെ SFI AISF സംഘർഷമുണ്ടായിരുന്നു സ്കൂൾ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട്. ഇതിന്റെ തുടർച്ചയെന്നോണമാണ് ഇപ്പോഴത്തെ ഈ മർദ്ദനം. മണിക്കുട്ടൻ പറഞ്ഞോളൂ. മണിക്കുട്ടൻ, പോലീസ് സ്റ്റേഷനിൽ ഇരുകൂട്ടരും പരാതി നൽകിയിരിക്കുന്ന സമയത്ത് ഒരു ഇരുകൂട്ടരും സംഘടിച്ച് അവിടെ എത്തിയിരുന്നു. അതിനുള്ളിൽ DYFI പ്രവർത്തനം CPIM പ്രവർത്തനം ഒക്കെ വന്നിരുന്നു. അപ്പൊ ഈ വിവരം അറിഞ്ഞ് ഞാൻ ഈ വാർത്ത എന്താണെന്ന് അറിയാനായിട്ടാണ് ചെല്ലുമ്പോൾ CPIM-ലെ ഏരിയ കമ്മിറ്റി അംഗം ഒരു RK ബൈജു എന്ന് പറയുന്ന അയാള് വന്നിട്ട് ഇവിടെ വാർത്തയൊന്നും എടുക്കാൻ പറ്റത്തില്ല, സോണമെന്ന് പറഞ്ഞിട്ട് എന്നെ പിടിച്ചുകൊള്ളുകയും മർദ്ദിക്കാൻ ശ്രമിക്കുകയും കയ്യിരുന്ന മൊബൈൽ ഫോൺ ബലമായി പിടിച്ചു വാങ്ങാൻ ശ്രമിക്കുകയും ചെയ്തു. ഇതേ മർദ്ദിക്കാൻ ശ്രമിക്കുന്നപ്പോൾ തന്നെ ബാക്കിയുള്ള DYFI പ്രവർത്തകരെ എല്ലാം അടുത്തേക്ക് വന്നിട്ട് ഇവിടെ നിന്ന് വാർത്ത ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ട് മർദ്ദിക്കാനുള്ള ശ്രമമാണ് നടത്തിയത്. ശരി മണിക്കുട്ടൻ, ഈ കയ്യേറ്റത്തിൽ പരാതി നൽകിയിട്ടുണ്ടോ? മണിക്കുട്ടൻ പരാതി നൽകാനായിട്ട് എഴുതി കൊടുക്കാനായിട്ട് നിൽക്കുകയാണ് സ്റ്റേഷനിലായിട്ട്. ശരി, ഇപ്പൊ പോലീസ് സ്റ്റേഷനിലാണോ മണിക്കുട്ടനുള്ളത്? അതെ, ഞാൻ പോലീസ് സ്റ്റേഷനിലാണ് ഉള്ളത്. പോലീസ് സ്റ്റേഷനിലാണ് ഉള്ളത്. ശരി, അപ്പോൾ പരാതി നൽകൂ മണിക്കുട്ടൻ. അപ്പോൾ മണിക്കുട്ടനാണ് പ്രാദേശിക CPIM നേതാവിന്റെ മർദ്ദനം ഏറ്റത്. നേരത്തെ സലിം മാലിക്കാണ് വാർത്തയുടെ വിശദാംശങ്ങൾ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.